നിങ്ങൾ ആദ്യമായി ഒരു മോഡലിംഗ് ഫോട്ടോഷൂട്ട് ചെയ്യുവാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇനി പറയുന്ന 10 കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. ഐ ആം ഷുവർ. നമസ്കാരം, എൻ്റെ പേര് അരുൺ ജോസഫ്. ഞാനൊരു ഫാഷൻ ആൻഡ് പോർട്രേറ്റ് ഫോട്ടോഗ്രാഫർ. കഴിഞ്ഞ 12 വർഷമായി ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്ത് പ്രവർത്തിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റാഗ്രാം ശരിക്കും പവർഫുൾ ആയതോടുകൂടി മോഡലിംഗ് ഫോട്ടോഷൂട്ടുകളുടെ എണ്ണം കാര്യമായിട്ട് വർദ്ധിച്ചതായിട്ട് കാണാം. ആദ്യമായിട്ട് ഒരു മോഡൽ ഫോട്ടോഷൂട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുമ്പോൾ എങ്ങനെ അതിനെ എഫക്റ്റീവ് ആക്കാം, എങ്ങനെ അതിനെ സക്സസ്ഫുൾ ആക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല പർപ്പസിനായിട്ടാണ് മോഡലിംഗ് ഫോട്ടോഷൂട്ടുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാണുന്നത് വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് മോഡലിംഗ് ഫോട്ടോഷൂട്ട്സ് നടത്തിപ്പോരുന്നതാണ്. പിന്നെ ബിഗിനേഴ്സ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മോഡൽ ഫോട്ടോഷൂട്ട്സ് കണ്ടക്ട് ചെയ്യുന്ന കാണാറുണ്ട്. ഏതൊരു സക്സസ്ഫുൾ ആയ പ്രോജക്റ്റിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിംഗ് ആണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെയും സെയിം ആണ്. നമ്മൾക്ക് നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോഷൂട്ട് നടത്താൻ സാധിക്കും. നമ്മളെ പ്ലാനിംഗിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മളെ കോസ്റ്റ്യൂമാണ്. നമ്മളെ മോഡലിനെ ഇടിക്കേണ്ട കോസ്റ്റ്യൂം ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം. ആ കോസ്റ്റ്യൂം എവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം എന്നും നമ്മൾ മുൻകൂട്ടി കണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്കിന് ഏത് തരത്തിലുള്ള മേക്കപ്പ് ആണ്, ഏത് തരത്തിലുള്ള ഹെയർ സ്റ്റൈലാണ് ആപ്റ്റ് എന്ന് നമ്മൾ തന്നെ ഒന്ന് വിഷ്വലൈസ് ചെയ്തതിന് ശേഷം അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സഹായം നമ്മൾക്ക് ആവശ്യമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഈ ഷൂട്ടിന് മുമ്പായി നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. മേക്കപ്പിനോടൊപ്പം തന്നെ ഹെയർ സ്റ്റൈലിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് നല്ലൊരു മോഡൽ ഫോട്ടോഷൂട്ട് വിജയിക്കാനായിട്ട്. അപ്പോൾ മേക്കപ്പും ഹെയറും ഒരുമിച്ച് ചെയ്യണ ഒരു ആർട്ടിസ്റ്റാണ് നമ്മൾക്ക് കിട്ടുന്നതെങ്കിൽ വളരെ നന്നായിരിക്കും. നമ്മളെ പ്ലാനിങ്ങിൽ അടുത്തതായി ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ലൊക്കേഷൻ. കൂടുതലായിട്ട് ഔട്ട്ഡോർ ഷൂട്ടുകളാണ് നമ്മുടെ നാട്ടിൽ കാണാറ്. ഇൻഡോർ ലൊക്കേഷൻസ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ചെലവും അതുപോലെ തന്നെ അതിന്റെ അവൈലബിലിറ്റിയുടെ പ്രശ്നമാവും ഔട്ട്ഡോർ നമ്മളുടെ ഫോട്ടോഗ്രാഫേഴ്സ് ജനറലായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ എന്ന് തീരുമാനിക്കുക. ഔട്ട്ഡോർ ആണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ തീരുമാനിക്കുക. ഇനി നമ്മളെ മോഡലിംഗ് ഫോട്ടോഷൂട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ് മോഡൽ. നമ്മൾക്ക് പലതരത്തിൽ മോഡലിനെ കണ്ടെത്താം. ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലെ ഏതെങ്കിലും മെമ്പേഴ്സ് മോഡലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കാം. നമ്മളെ ഫ്രണ്ട്സ് ആരെങ്കിലും മോഡലിംഗ് കാഷ്വൽ ആയിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ക്ഷണിക്കാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള മോഡൽസിന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ അവരെ ക്ഷണിക്കാം. പക്ഷെ ഒരു ബിഗിനർ എന്നുള്ള നിലക്ക്, നമ്മൾ ആദ്യത്തെ ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ള നിലക്ക് നമ്മൾ ഒരു പെയ്ഡ് മോഡൽ അല്ലെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലിനെ ക്ഷണിക്കുന്നതാവും കൂടുതൽ ഉത്തമം. കാരണം നമ്മളെ കൂടുതൽ അലട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പോസിംഗ്. പോസിംഗിനെ കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ ധാരണ ആ മോഡലിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മളെ നമ്മുടെ ഷൂട്ടിൽ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്തിരിക്കും. മൂന്നാമത്തെ പോയിന്റ് ആണ് ഒരു മൂഡ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. മൂഡ് ബോർഡ് എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഷൂട്ടിൽ ഏഞ്ചലിനെ ഈ ഒരു ലുക്കിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മിഡീവൽ പീരീഡിലെ ഫ്രഞ്ച് ലുക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലുക്കിനെ പറ്റി ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. ഇങ്ങനെ ഒരു ഇൻസ്പിറേഷണലായ അല്ലെങ്കിൽ ഒരു റെഫറൻസിന് വേണ്ടിയുള്ള ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ ഫോണിൽ സൂക്ഷിക്കുക. പറ്റുമെങ്കിൽ ഒരു കളർ പ്രിന്റ് എടുക്കുക. ഏതാണ് മൂഡ് ബോർഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഷൂട്ട് പുരോഗമിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഐഡിയാസ് എല്ലാം തീർന്നു പോണ ഒരു അവസ്ഥ വന്നാൽ ഇത് നമ്മൾക്ക് തന്നെ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ച് നമ്മളെ ഷൂട്ട് മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ പെയ്ഡ് മോഡലിനെ യൂസ് ചെയ്യുവാണെങ്കിൽ അവരെ ഒരു മൂഡ് ബോർഡ് കാണിച്ചാൽ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ധാരണ ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അവർ നമ്മളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. എനിവേ, നമ്മളെ ഷൂട്ട് സക്സസ്ഫുൾ ആക്കുക എന്നുള്ള ലക്ഷ്യം ഈ ഒരു മൂഡ് ബോർഡിൽ കൂടെ നമ്മൾക്ക് പൂർത്തിയാക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് സാരം. നാലാമതായി നമ്മളെ എക്സ്പോഷർ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് നിർത്തുക. നമ്മളെ മോഡൽ നമ്മളുടെ ഷൂട്ടിന് വന്ന് നിൽക്കുന്നതിന് മുമ്പ് നമ്മളെ മോഡലിനെ ഇവിടെ നിർത്തിയതിനു ശേഷം 4-5 ഫോട്ടോസ് നമ്മൾ എക്സ്പോഷർ കറക്റ്റ് ചെയ്യാൻ എടുത്താൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഇവിടെയും ആപ്ലിക്കബിൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ മോഡലിന് തുടക്കത്തിൽ നമ്മളെ കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് ഉണ്ടായാൽ നമ്മുടെ ഷൂട്ട് പുരോഗമിക്കുമ്പോൾ അത് നമ്മൾക്ക് എതിരായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പേരിൽ യു ഷുഡ് സെറ്റ് യുവർ എക്സ്പോഷർ ഫസ്റ്റ്. 5ാമത്തെ പോയിന്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ട്രൈ ചെയ്യുക എന്നാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ പലരുടെയും നെറ്റ് ചുളിയാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഈ ഒരു ഏജിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ പറയുന്നത്? അതിനൊരു സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ ഉണ്ട്. കാരണം ആസ് എ ബിഗിനർ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസിനെ കുറിച്ചുള്ള ധാരണ കുറവാൻ സാധ്യതയുണ്ട്. വൈറ്റ് ബാലൻസിനെ കുറിച്ചുള്ള ധാരണയിൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടില്ല. ഇവിടെ നമ്മളൊരു റെഡ് ബാക്ക് ഡ്രോപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ് തീമിലാണ് ഈ ഒരു ഷൂട്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് വൈറ്റ് ബാലൻസിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ ഈ റെഡ് പിങ്ക് ആവാൻ അധികം സമയമൊന്നും വേണ്ട. സോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് എ പ്രിഫറബിൾ ഓപ്ഷൻ. അതർവൈസ് നിങ്ങൾക്ക് കളർ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 6ാമത്തെ പോയിന്റ് അതാണ്, നിങ്ങളൊരു ഗ്രേ കാർഡ് ഉപയോഗിക്കുക. പലതരം ഗ്രേ കാർഡുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. എന്റെ കയ്യിലുള്ള ഗ്രേ കാർഡ് ഇത്രയും വലുത്
വലുതാണ്. ഇത്തരമുള്ള ഒരു ഗ്രേ കാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ട്രാവൽ ഫ്രണ്ട്ലിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതിന്റെ വില വെറും 500-നും 1000-നും ഇടയിലാണ്. ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആണ്. ഒരു ബിഗിനർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എങ്ങനെയാണ് ഗ്രേ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പെർഫെക്റ്റ് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യേണ്ടത് ഞാനിവിടെ കാണിച്ചു തരാം. ആദ്യത്തെ സ്റ്റെപ്പ് എക്സ്പോഷർ സെറ്റ് ചെയ്യാന്നുള്ളത്. ഞാൻ ഓൾറെഡി നമ്മുടെ സ്റ്റുഡിയോയിലാണ്. സ്റ്റുഡിയോയിൽ എക്സ്പോഷർ മോഡൽ വരുന്നതിനേക്കാൾ മുമ്പായി സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പായി ഞാൻ ഈ ഒരു വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യുന്ന ഗ്രേ കാർഡ് നമ്മളെ മോഡലായ ഏഞ്ചലിന്റെ കയ്യിൽ കൊടുക്കുവാണ്. എത്ര ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റും അത്രയും ക്ലോസ് ആയിട്ട് ഗ്രേ കാർഡിന്റെ ഒരു ഫോട്ടോ നമ്മൾ ഈ എക്സ്പോഷറിൽ എടുക്കുവാണ്. സോ നമ്മൾ ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾക്ക് നമ്മുടെ മെനുവിൽ പോകാം. വൈറ്റ് ബാലൻസ് സെലക്ട് ചെയ്യുക. നമ്മുടെ കെൽവിനിൽ നിന്ന് കസ്റ്റം എന്ന് പറഞ്ഞ ഈ ഒരു മോഡിലോട്ട് സെലക്ട് ചെയ്യുക. സെറ്റ് വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞ ഈ ഒരു മെനുവിൽ വരിക. അവിടെ നിന്ന് സെലക്ട് ഇമേജ് ഓൺ കാർഡ് എന്ന് പറഞ്ഞ ഒരു ഇതിൽ പോയിട്ട് ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അവർ ചോദിക്കും യൂസ് വൈറ്റ് ബാലൻസ് ഡാറ്റ ഫ്രം ദിസ് ഇമേജ് ഫോർ കസ്റ്റം വൈറ്റ് ബാലൻസ്. അതൊന്ന് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു ഇമേജിനെ അടിസ്ഥാനപ്പെടുത്തി വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്കപ്പോൾ വൈറ്റ് ബാലൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പൊ നമുക്ക് ഈ ഗ്രേ കാർഡിന്റെ എഫക്ട് മനസ്സിലാവും. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. നമ്മളെ ക്യാമറയുടെ HDMI റെക്കോർഡ് ചെയ്യുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര നല്ല സ്കിൻ ടോൺ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എത്ര നന്നായിട്ടാണ് ആ ഒരു റെഡ് കളർ റെൻഡർ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന റിച്ച് ആയിട്ടുള്ള കളേഴ്സ് കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾ കളറിലാണ് ഫോട്ടോഷൂട്ട് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രേ കാർഡ് വളരെ വർത്തായിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു മോഡൽ ഫോട്ടോഷൂട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് പോസിങ്. ഒരു മോഡലിനെ പോസ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് പരമാവധി ആ മോഡലിനെ പറഞ്ഞ് ആ ഒരു പോസിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവരുടെ അനുവാദമില്ലാതെ അവരുടെ ബോഡിയിൽ ഇങ്ങനെ ടച്ച് ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു മോഡൽ ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ നമ്മളെ മോഡൽ 95% ഫീമെയിൽ ആയിരിക്കും. ഒരു അനുവാദമില്ലാതെ അവരെ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമപരമായി പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സോ അവരെ ടച്ച് ചെയ്ത് അവരുടെ ഒരു പോസ് കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അനുവാദം ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇനി അവർ അനുവാദം തന്നാൽ പോലും ഒരു നെഗറ്റീവായ തരത്തിൽ അവർ ഒരിക്കലും ടച്ച് ചെയ്യാതിരിക്കുക. എട്ടാമത്തെ പോയിന്റ് ആണ് ഒരു ലൈറ്റ് മാത്രം ഉപയോഗിച്ച് ഫോട്ടോഷൂട്ട് നടത്തുക എന്നുള്ളത്. കാരണം നമ്മളെ ഫോട്ടോഷൂട്ടുകൾ ഇവിടെ നടക്കുന്നത് ഔട്ട്ഡോർ ആണ്. ഔട്ട്ഡോർ ആണെങ്കിലും അവിടെ ഒരു ലൈറ്റേ ഉള്ളൂ, സൂര്യൻ. ഒരുപക്ഷെ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ട് നടത്തുന്നവർ ഇത്തരം ഒരു അംബ്രലയും അതുപോലെ വലിയൊരു സ്റ്റുഡിയോ ഫ്ലാഷ് ഒക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണ കാണാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇൻഡോർ ഷൂട്ട് ആയാലും ഔട്ട്ഡോർ ഷൂട്ട് ആയാലും സിംഗിൾ ലൈറ്റ് ആയിരിക്കും ഒരു ഫസ്റ്റ് മോഡലിംഗ് ഫോട്ടോഷൂട്ടിൽ ഏറ്റവും പ്രിഫറബിൾ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ കൂടുതൽ ലൈറ്റുകൾ ആഡ് ചെയ്താൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് കിട്ടും. എന്നിരുന്നാൽ കൂടിയും മോർ ലൈറ്റ് ഈസ് ഈക്വൽ ടു മോർ കോംപ്ലിക്കേഷൻ. കൂടുതൽ ലൈറ്റുകൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. ആസ് എ ബിഗിനർ നമ്മൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഷൂട്ടിൽ പോസിങ് ചെയ്യിപ്പിക്കുന്നതിൽ വളരെ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂടെ നമ്മൾ കൂടുതൽ ലൈറ്റുകൾ കൂടെ ആഡ് ചെയ്താൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കുമെന്ന്. സോ യൂസ് എ സിംഗിൾ ലൈറ്റ്. അടുത്ത പോയിന്റ് ആണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബിഗറായ മോഡിഫയർ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഞാൻ ഒരു കാര്യം അംഗീകരിക്കുന്നു, ഇത്രയും വലിയ മോഡിഫയർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കത് അഫോർഡബിൾ ആവണമെന്നില്ല. ട്രാവൽ ഫ്രണ്ട്ലി അല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇത് കൊണ്ടു നടക്കാൻ പറ്റണമെന്നില്ല. പോയിന്റ് ഇതാണ്, നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മോഡിഫയർ ഉപയോഗിക്കുക. എന്താണ് ഇങ്ങനെ പറയാൻ കാര്യമെന്ന് ഞാനിവിടെ ഫോട്ടോ എടുത്ത് വിശദീകരിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു വലിയ മോഡിഫയർ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇത് ജെനി എന്ന് പറഞ്ഞ കമ്പനിയുടെ റൈസ് ബോൾ എന്ന് പറഞ്ഞ മോഡൽ 120 സെന്റിമീറ്റർ ഡീപ് പാരാബോളിക് സോഫ്റ്റ് ബോക്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് വെച്ചിട്ട് ഏഞ്ചലിന് കുറച്ച് നല്ല പിക്സ് എടുത്തു പോകും. ഞാൻ ഇതിനൊരു 45 ഡിഗ്രി ആംഗിളിൽ പൊസിഷൻ ചെയ്യുവാണ്. മുകളിൽ നിന്നും 45 ഡിഗ്രിയിലോട്ട് നമ്മളൊന്ന് ഉയർത്തുവാണ്. ഏഞ്ചലിന്റെ ഹൈറ്റ് അനുസരിച്ച് നമ്മളതിനൊന്ന് മോഡിഫൈ ചെയ്ത് വെക്കുവാണ്. ഞാൻ നമ്മളുടെ ക്യാമറയുടെ HDMI റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കണക്റ്റീവ് ആണ്. നിങ്ങൾക്ക് റിയൽ ടൈം റിയൽ ലൈഫ് വിഷ്വൽസ് ഇതിൽ നിന്ന് കാണാവുന്നതാണ്. എങ്ങനെയാണ് ഇതിൽ നിന്നൊരു ഫോട്ടോ വരുന്നതെന്ന് വിത്തൗട്ട് എഡിറ്റിംഗ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആയിട്ടിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പായിട്ട് ഏഞ്ചലിനെ ഞാൻ സൈഡിലോട്ട് നോക്കുകയാണ്. ഏഞ്ചലിൻ്റെ ഇടത് സൈഡിലോട്ട് നോക്കാവും. ഏഞ്ചലിന് ഒരു ഈവൺ എക്സ്പോഷറാണ് ഇടതുവശത്തോട്ട് നോക്കുമ്പോഴും കിട്ടുന്നത്. ഇനി ഏഞ്ചലിന് വലതുവശത്തോട്ടൊന്ന് നോക്കാം. ഇപ്പുറത്തെ വശത്തോട്ടൊന്ന് നോക്കാം. ഏഞ്ചലിന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമ്മളൊന്ന് നോക്കിയിരിക്കുകയാണ്. ഈ 3 ഫോട്ടോ നമ്മൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മളുടെ സോഫ്റ്റ് ബോക്സിൻ്റെ എതിരായിട്ടാണ് ഏഞ്ചൽ നോക്കിയിരിക്കുന്നത്. ഇതിന് മുമ്പത്തെ ഇമേജിൽ സോഫ്റ്റ് ബോക്സിലോട്ടാണ് ഏഞ്ചൽ നോക്കിയിരിക്കുന്നത്. അതിന് മുമ്പത്തെ ഇമേജിൽ ഏഞ്ചൽ ക്യാമറയിലോട്ടാണ് നോക്കിയിരിക്കുന്നത്. ഈ 3 ഇമേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈവൺ ആയിട്ടുള്ള ഒരു എക്സ്പോഷറാണ് ഏഞ്ചലിന് കിട്ടിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ 120യുടെ സോഫ്റ്റ് ബോക്സ് ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ സോഫ്റ്റ് ബോക്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഗോഡോക്സ് ബ്രാൻഡിൻ്റെ തന്നെ ഒരു സോഫ്റ്റ് ബോക്സ് ആണ്. നമ്മൾക്ക് ഈ ഒരു ചെറിയ സോഫ്റ്റ് ബോക്സ് ആഡ് ചെയ്ത് നോക്കാം. ലൈറ്റിലോട്ടൊന്ന് നോക്കാവൂ. ഏഞ്ചൽ ലൈറ്റിലോട്ട് നോക്കിയപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായ കോൺട്രാസ്റ്റി ആയിട്ടുള്ള ഒരു ഇമേജാണ് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇനിയൊരു പൊസിഷൻ കൂടി ട്രൈ ചെയ്യാം. ലുക്ക് എവേ, അതായത് നമ്മൾ ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് നമ്മളുടെ സബ്ജക്റ്റിനോട് അപ്പുറത്തെ സൈഡിലോട്ട് നോക്കാനെന്ന് പറഞ്ഞു നോക്കാം. ഏഞ്ചൽ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കി.
ഇപ്പോൾ സബ്ജക്റ്റ് ഫേസ് ചെയ്യുന്നത് ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിനെയാണ്. ഈ ഒരു ഫോട്ടോയിൽ കൂടുതൽ ഷാഡോസ് വന്നായിട്ട് നമുക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. ഷാഡോസ് വളരെ ഡീപ്പാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോട്ടോയിൽ ഷാഡോ കൂടുകയും ഹൈലൈറ്റ് കുറയുകയും ചെയ്ത് ആ ഫോട്ടോ റൂയിനായി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ മോഡിഫയർ ഉപയോഗിക്കാൻ പറ്റും അത്രയുള്ള മോഡിഫയർ ഉപയോഗിക്കുക. വലിയ മോഡിഫയറിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ലൈറ്റ് കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങളുടെ മോഡലിന്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ മൂവ്മെന്റ് കുറച്ച് കൂടിയാലും നിങ്ങളുടെ പോസുകളിൽ കുറച്ച് തകരാറ് സംഭവിച്ചാലും ഒരു ഈവൺ ആയിട്ടുള്ള എക്സ്പോഷർ എല്ലാ പോസുകൾക്കും നിങ്ങൾക്ക് കിട്ടും. ഞാൻ വർഷങ്ങളായി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യത്തെ ക്ലിക്കിൽ എടുത്ത അത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് ആദ്യത്തെ ക്ലിക്കിൽ കിട്ടണമെന്നില്ല. ഇവിടെയാണ് 10ാമത്തെ പോയിന്റ് വരുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ എടുത്ത ഫോട്ടോയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നിങ്ങൾ മോഡലിനെ അത് കാണിച്ചു കൊടുക്കുകയോ മോഡലിനോട് അതിനെപ്പറ്റി സംസാരിക്കുകയോ ചെയ്യരുത്. അതിന് പകരം അവരോട് പറയുക, ഇത് നല്ല ഫോട്ടോയാണ്, ഓസം, നമുക്ക് മറ്റൊരു പോസ് നോക്കിയാലും. ഇത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ്. ആദ്യമായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കൂടുതൽ മോശം ഫോട്ടോസ് വരാനാണ് സാധ്യത. അങ്ങനെ മോശം ഫോട്ടോസാണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മളുടെ മോഡൽ അറിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് നമ്മളോടുള്ള ഒരു വാല്യൂ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. അവർ എടുക്കുന്ന എഫേർട്ടിനെ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല എന്ന് അവർക്ക് തോന്നിയ ഒരുപക്ഷെ അവർ അത്ര കംഫർട്ടബിൾ ആയി പിന്നീട് നമ്മളെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മളൊരു മോശം ഫോട്ടോ അറിയാതെ എടുത്തു പോയാൽ എന്തുകൊണ്ട് വന്നാൽ തന്നെ മോഡലിനോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾ ടെതർ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അതിന് നിങ്ങളുടെ ഫസ്റ്റ് ഷൂട്ട് തിരഞ്ഞെടുക്കരുത്. കാരണം നമ്മൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളെ മോഡൽ കാണാനായിട്ടുള്ള സാധ്യത അവിടെ വരും. അത് നമ്മുടെ ഷൂട്ടിനെ മോശമായ രീതിയിൽ ബാധിക്കും. ഇപ്പോഴീ പറഞ്ഞ 10 ആശയങ്ങളും നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ഫോട്ടോ ഷൂട്ട് ഏഞ്ചലിനെ നമുക്ക് ചെയ്തു നോക്കിയാലോ. കറക്റ്റ് ചെയ്ത് അവിടെ ഒന്ന് പിടിച്ചു. ഈ ഇമേജുകൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിംഗിൾ ലൈറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ വളരെ ചെറിയൊരു മോഡിഫയർ ആണ് യൂസ് ചെയ്തത്. എന്നിരുന്നാൽ കൂടെ ആസ് എ ഫോട്ടോഗ്രാഫർ എന്റെയും അതുപോലെ ആസ് എ മോഡൽ ഏഞ്ചലിന്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇത്രയും സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സഹായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോർ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മോർ കോംപ്ലിക്കേഷൻ ആണ്, പക്ഷേ മോർ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ മോർ ബ്യൂട്ടിഫുൾ ഇമേജസ് ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ഇമേജുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫ്ലാഷ് കൂടെ ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഒരു ഹെയർ കം കിക്കർ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത് ഗോഡോക്സിന്റെ ഒരു 3x1 സ്ട്രിപ്പ് ബോക്സ് ആണ് വിത്ത് ഗ്രിഡ് ആണ്. ലൈറ്റിന്റെ സ്പില്ലൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രിഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു ഫോട്ടോയിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്ത് വ്യത്യാസമാണ് ആ ഒരു ഹെയർ ലൈറ്റ് വരുത്തിയതെന്ന്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും ഏഞ്ചലിന്റെ ഹെയറിൽ ആ ലൈറ്റ് കൃത്യമായി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മളൊരു കുഞ്ഞു ചാനലാണ്. ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. വീണ്ടും നമ്മൾ കാണും അടുത്ത വെള്ളിയാഴ്ച കൃത്യം 6 മണിക്ക് ഇതുപോലെ വളരെ വാല്യുബിൾ ആയ വളരെ ഹെൽപ്ഫുൾ ആയ പുതിയൊരു ഫോട്ടോഗ്രാഫി ടോപ്പിക്കുമായി.